ബൽറാം നെടുങ്ങാടി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഡൽഹി എയർപോർട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇപ്പോഴും ഡൽഹിയിൽ നിന്ന് ഡൽഹിയിൽ 7:21 വിമാനത്തിൽ വന്ന പല ആൾക്കാരും പുറത്തേക്ക് വരുന്നുണ്ട്. എന്നാൽ ഇതുവരെയും നമ്മുടെ അഭിജിത്ത് ദീപ്കെ പുറത്തേക്ക് എത്തിയിട്ടില്ല. എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു വിവരവും കിട്ടുന്നില്ല എന്നതാണ് പ്രധാനം. പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെ അദ്ദേഹത്തെ പാർലമെൻറ്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുമെന്നായിരുന്നു വിവരം. എന്തായാലും അഭിജിത്ത് പുറത്തേക്ക് വരുന്നുവെന്നാണ് വിവരം. ബൽറാം, അഭിജിത്തിന് പുറത്തേക്ക് ഇറങ്ങാനുള്ള അനുമതി ലഭിച്ചോ? എന്താണ് വിവരങ്ങൾ? CJPയുടെ പ്രതിഷേധത്തിന് ഡൽഹി പോലീസ് അനുമതി നൽകിയിരിക്കുന്നു. നേരത്തെ തന്നെ അനുമതി നൽകുമെന്ന സൂചനകൾ ലഭിച്ചിരുന്നു. അത് ശരിവച്ചിരിക്കുകയാണ്. ഡൽഹി പോലീസ് പ്രതിഷേധത്തിന് അനുമതി നൽകിയിരിക്കുന്നു. അതിലേറ്റവും പ്രധാനം CJP സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ ഡൽഹി വിമാനത്താവളത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഗേറ്റ് നമ്പർ 6 അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുന്നത്. നേരത്തെ ഡൽഹി പോലീസ് ഉദ്യോഗസ്ഥർ അകത്തെത്തി അദ്ദേഹവുമായി സംസാരിച്ച് ശേഷം നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കി ഏറെ നേരം അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു. തുടർന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ഡൽഹി വിമാനത്താവളത്തിന്റെ അറൈവലിലെ 6 നമ്പർ ഗേറ്റിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഇവിടെയാണ് അഭിജിത്തിനെ പുറത്തേക്ക് ഇറക്കാനുള്ള ക്രമീകരണങ്ങൾ ഡൽഹി പോലീസ് ഒരുക്കിയിരുന്നത്. ഇതുവരെ ചരിത്രത്തിൽ ഒരിക്കലും കാണാത്ത തരത്തിലുള്ള കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ ഡൽഹി പോലീസ് ഒരുക്കിയിരുന്നു. മീഡിയയ്ക്ക് ഈ പ്രത്യേക പവലിയൻ, ഒപ്പം തന്നെ രണ്ട് വശവും ബാരിക്കേഡ് നിരത്തിക്കൊണ്ട് അഭിജിത്തിനെ സുഗമമായി പുറത്തേക്ക് ഇറങ്ങാൻ ഒരു വഴി. 500ഓളം കേന്ദ്രസേനകളെയും ഡൽഹി പോലീസ് ഉദ്യോഗസ്ഥരെയും വിന്യസിച്ചിരുന്നു. കൂടാതെ മൊബൈൽ കൺട്രോൾ ആൻഡ് കമാൻഡ് യൂണിറ്റ് ഇവിടെ വിന്യസിച്ചിരുന്നു. ഡൽഹി പോലീസിന്റെ നിരവധി വാഹനങ്ങൾ എത്തിയിട്ടുണ്ട് ഇവിടെ. ഒപ്പം തന്നെ CCTV ക്യാമറകൾ ഉൾപ്പെടെ പുതിയതായി ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്നത്തെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടി ഇതുവരെയും സമാധാനപരം തന്നെയാണ്. അഭിജിത്തിന്റെ ആഹ്വാനം അനുസരിച്ച് ആളുകൾ ഒന്നും തന്നെ കാര്യമായി ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. എല്ലാവരും തന്നെ ഈ പിന്തുണയ്ക്കുന്നവരെല്ലാവരും തന്നെ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു ഡൽഹി പോലീസിന്റെ ഭാഗത്തു നിന്നും, ഒപ്പം തന്നെ CJP പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും. അഭിജിത്ത് ദീപ്കെ അല്പസമയത്തിനകം, ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഡൽഹി വിമാനത്താവളത്തിന്റെ 6 നമ്പർ ഗേറ്റിലൂടെ പുറത്തേക്ക് ഇറങ്ങി വരും. അദ്ദേഹത്തെ കൊണ്ടുവരുന്നതിന് വേണ്ടി ഡൽഹി പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ വിമാനം ലാൻഡ് ചെയ്തതിന് തൊട്ടു പിന്നാലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ അകത്തേക്ക് എത്തുകയും അദ്ദേഹവുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. ഡൽഹി പോലീസ് തന്നെ അദ്ദേഹത്തെ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കാനാണ് പദ്ധതി. അതിലൂടെ മറ്റ് ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഉൾപ്പെടെ ഒഴിവാക്കാം എന്നാണ് പോലീസ് കണക്ക് കൂട്ടുന്നത്. അക്കാര്യങ്ങൾ അടക്കം അഭിജിത്തുമായി പോലീസ് സംസാരിച്ചിട്ടുണ്ട് ഇതിനകം. അതിൽ എന്താണ് CJPയുടെ ഒരു നിലപാട് എന്ന കാര്യം ഈ ഒരു ഘട്ടത്തിൽ ലഭ്യമല്ല. എന്തായാലും സമരത്തിന് അനുമതി ലഭിച്ചിരിക്കുന്നു എന്ന കാര്യം അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. CJP തന്നെ ഔദ്യോഗികമായി ഈ പ്രതിഷേധത്തിന് അനുമതി ലഭിച്ച കാര്യം അറിയിച്ചിരിക്കുന്നു. നിലവിലിപ്പോൾ എല്ലാവരും തന്നെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് പാർട്ടികളുടെ നേതാവിനെയാണ്. അഭിജിത്ത് അല്പസമയത്തിനകം തന്നെ ഡൽഹി വിമാനത്താവളത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങും. അദ്ദേഹത്തെ കാത്തു നിൽക്കുകയാണ് മാധ്യമങ്ങൾ, ഒപ്പം തന്നെ അദ്ദേഹത്തെ പിന്തുണച്ച് എത്തിയ കുറച്ച് പാർട്ടി പ്രവർത്തകർ, കൂടാതെ പാർട്ടിയുടെ വക്താവ് അടക്കമുള്ളവർ എത്തിയിട്ടുണ്ട്. അശുതോഷ് റാങ്കെയാണ് അഭിജിത്തിനെ സ്വീകരിക്കാൻ വേണ്ടി ഡൽഹി വിമാനത്താവളത്തിൽ എത്തിയിരിക്കുന്നത്. അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ നേരത്തെ പാർട്ടി സ്വീകരിച്ചിരുന്നു. 5-6 പ്രവർത്തകർ മാത്രമായാണ് വിവരങ്ങൾ നൽകിയത്. അഭിജിത്ത് ദീപ്കെ ഡൽഹി വിമാനത്താവളത്തിൽ ഇന്ന് രാവിലെ 7:21 ഇറങ്ങിയതാണ്. അദ്ദേഹം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്താണ് വിമാനത്താവളത്തിനുള്ളിൽ സംഭവിക്കുന്നത് നമുക്കറിയില്ല. ഇപ്പോൾ ജന്തർ മന്ദറിൽ ഈ പാറ്റകളുടെ പ്രതിഷേധത്തിന്റെ ഭാഗമായി അവിടെ എത്തിയിട്ടുണ്ട്. മാത്രമല്ല ജന്തർ മന്ദറിൽ പ്രതിഷേധിക്കാൻ ഇവർക്ക് പോലീസിന്റെ അനുമതി ലഭിച്ചു കഴിഞ്ഞു എന്നാണ് വിവരം. ജന്തർ മന്ദർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.